ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൗണ്ട് കറൻസാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അതിനകത്ത് നമുക്ക് സർഫസ് ബൗണ്ട് കറണ്ട് കെ ബി ഈക്വൽ ടു എം ക്രോസ് എൻ ക്യാപ്പ് എന്നും അതുപോലെ വോളിയം ബൗണ്ട് കറണ്ട് ജെ ബി ഈക്വൽ ടു ഡെൽ ക്രോസ് എം എന്നും കിട്ടി അല്ലേ? ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് മാറ്റർ ആണ്, അല്ലെങ്കിൽ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻസൈഡ് മാറ്റർ. അതിനകത്ത് ആദ്യമായിട്ട് പറയുന്നത് ആംബിയസ് ലോ ഇൻ എ മാഗ്നറ്റൈസ്ഡ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയൽ. നമ്മൾ ഈ ഒരു വോളിയം കറണ്ട് ഡെൻസിറ്റിയുടെ ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്ത് എഴുതാൻ കാരണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ളത് ആംബിയസ് ലോ ഇൻ എ മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയൽ. ഒരു മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയലിൽ ആംബിയസ് ലോ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ഒരു മാഗ്നറ്റൈസ് ചെയ്ത മെറ്റീരിയലിനകത്ത് എങ്ങനെയാണ് ഈ പറഞ്ഞ മാക്സ്വെൽസ് ഇക്വേഷൻസ് ഒക്കെ വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് ആംബിയസ് ലോന്റെ ഡിഫറൻഷ്യൽ ഫോം. ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ 0 ജെ ആയിരുന്നു അല്ലേ? ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ 0 ജെ ആയിരുന്നു. ഇനി നമ്മൾ ഇപ്പൊ പറഞ്ഞു ഒരു മാഗ്നറ്റൈസ് ചെയ്ത ഒബ്ജക്റ്റിനകത്ത് ദ കറന്റ് മൈറ്റ് ബി ഡ്യൂ ടു ഫ്രീ ചാർജസ് ആസ് വെൽ ആസ് ബൗണ്ട് ചാർജസ്. അതുകൊണ്ട് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ജെ ഈക്വൽ ടു ജെ ബി പ്ലസ് ജെ എഫ്, വേർ ജെ ബി is the volume current due to bound charges and JF is the volume current due to free charges അല്ലേ? അപ്പം ടോട്ടൽ വോളിയം കറന്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രീ ചാർജിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, അതുപോലെ ബൗണ്ട് ചാർജസിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും അല്ലേ? അപ്പം അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ജെ ഈക്വൽ ടു ജെ ബി പ്ലസ് ജെ എഫ്. പ്രത്യേകം പറയാനുള്ളത്, ഇത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുന്നത് നല്ലതാണ്. എപ്പോഴും നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കി എഴുതാം. റോ ഈക്വൽ ടു റോ എഫ് പ്ലസ് റോ ബി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയിട്ട് എക്സ്പാൻഡ് ചെയ്ത് ഓർമ്മ ഉണ്ടാവും. അപ്പം ഇനി ഈക്വേഷൻ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഡെൽ ക്രോസ് ബി ബൈ മ്യൂ 0 ഈക്വൽ ടു ജെ എന്ന് എഴുതാം ഈ ഈക്വേഷന്, വിച്ച് ഈസ് ഈക്വൽ ടു ജെ ബി പ്ലസ് ജെ എഫ് എന്ന് എഴുതാം അല്ലേ? അങ്ങനെ ഇത് കൂടെ. അല്ലെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഡെൽ ക്രോസ് ബി ബൈ മ്യൂ 0 ഈക്വൽ ടു ജെ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടുമ്പോൾ പഠിച്ചു എന്താണ്? ഡെൽ ക്രോസ് എം ആണ്, പ്ലസ് ജെ എഫ് എന്ന് എഴുതാം. നിങ്ങൾ മറിച്ച് നോക്കിയാൽ അറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് മാറ്റർ നമ്മൾ ഇതേ രീതിയിലാണ് ചെയ്തത് അല്ലേ? വിച്ച് മീൻസ് ഇവിടെ ഡെൽ ക്രോസ് ബി ബൈ മ്യൂ 0 ഉണ്ട്. ഈ ഡെൽ ക്രോസ് എമ്മിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. അപ്പം എന്ത് ചെയ്താം? ഡെൽ ക്രോസ് ബി ബൈ മ്യൂ 0 മൈനസ് ഡെൽ ക്രോസ് എം ഈക്വൽ ടു ജെ എഫ് എന്ന് എഴുതാം അല്ലേ? അല്ലെങ്കിൽ ഈ ഡെൽ ക്രോസ് ഇതിനകത്ത് കോമൺ ആക്കി എടുത്തൂടെ? കാരണം ഡെൽ ക്രോസ് പ്രൊഡക്റ്റ് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് ആണ് അല്ലേ? ബി ബൈ മ്യൂ 0 മൈനസ് എം എന്ന് എഴുതാം ഈക്വൽ ടു ജെ എഫ് എന്ന് എഴുതാം. ഡെൽ ക്രോസ് ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഡെൽ ക്രോസ് ബി ബൈ മ്യൂ 0 മൈനസ് ഡെൽ ക്രോസ് എം എന്ന് കിട്ടും. അതന്നെയല്ലേ ഇത്? ഓക്കെ, ഇനി ഈ ക്വാണ്ടിറ്റി ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ക്വാണ്ടിറ്റീനെ ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് എച്ച്, ക്യാപിറ്റൽ എച്ച്. ഇറ്റ് ഈസ് കാൾഡ് ദ ഓക്സിലറി ഫീൽഡ് എച്ച്. ഓക്സിലറി ഫീൽഡ് എച്ച് ഇത് ഏതുപോലെയാണെന്നറിയോ? നമ്മളെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഡി ഓർമ്മയുണ്ടോ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത്? ഡി ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് പി ആയിരുന്നു. ഓർക്കുന്നുണ്ടോന്നറിയില്ല. എന്താ കാരണം? ഇവിടെ നമുക്ക് ബി ബൈ മ്യൂ 0, ബിക്ക് പകരം ഇ ആവും. 1 ബൈ മ്യൂ 0 പകരം എപ്സിലോൺ 0 ആവും. അപ്പോൾ എപ്സിലോൺ 0 ഇ. ഇവിടെ എം ആണ്, മാഗ്നറ്റൈസേഷനാണ്. ഇവിടെ പോളറൈസേഷനായി. ഇനി ഇത് മൈനസ് വന്നത് ആ ഒരു ഡെൽ ക്രോസ് എം എന്നുള്ള റിലേഷനാണ്. കാരണം ഇവിടെ പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പിന്നെ വോളിയം ബൗണ്ട് ചാർജ് എന്തായിരുന്നു? റോ ബി ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി ആയിരുന്നു. ആ രീതിയിൽ ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ ചാപ്റ്റർ എടുത്തപ്പോൾ തന്നെ പറഞ്ഞാണ് കമ്പാരിസൺ, ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇതിന് വരെ നമ്മൾ എച്ച് എടുത്താൽ എന്താവും? ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ എഫ് എന്നാവും. ഇതാണ് എന്ത്? ഒന്നാമത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് മാറ്ററിന്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻസൈഡ് മാറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ അല്ലേ? ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ എഫ് എന്ന് വരും അല്ലേ?
ഇതിന് പകരം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എന്തായിരുന്നു, ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ് ആയിരുന്നു. ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഓർമ്മയുണ്ടാവണം, എന്നാലേ നിങ്ങൾക്കിത് പിന്നെ ഒരു ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നോക്കാം. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഏതിപ്പോൾ ഡിഫറൻഷ്യൽ ഫോമാ, ഇതിന്റെ തന്നെ ഇന്റഗ്രൽ ഫോം ഇട്ടാൻ എന്ത് ചെയ്യാൻ മതി, അപ്ലൈയിങ് സർഫസ് ഇന്റഗ്രൽ ഓൺ ബോത്ത് സൈഡ്സ് അല്ലേ. എന്ത് ചെയ്താം, ഡെൽ ക്രോസ് എച്ച് ഡോട്ട് ഡി എസ് ഈക്വൽ ടു ഇന്റഗ്രൽ ജെ എഫ് ഡോട്ട് ഡി എസ് എന്ന് എഴുതി കൂടെ. ഇനി ഇതിനകത്ത് സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യുക. അപ്പം എന്താവും, ക്ലോസ്ഡ് ഇന്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ ഈക്വൽ ടു ഇന്റഗ്രൽ ജെ എഫ് ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ എഫ് വോളിയം ബൗണ്ട് വോളിയം കറണ്ട് ആവും അല്ലേ. കാരണം ജെ എഫ് എന്ന് പറഞ്ഞാൽ വോളിയം ബൗണ്ട് കറണ്ടിന്റെ ഡെഫിനേഷൻ എന്താ, വോളിയം കറണ്ട് ഡെൻസിറ്റിന്റെ ഡെഫിനേഷൻ എന്താ, കറണ്ട് പെർ യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ടു ദ ഫ്ലോ ഓഫ് കറണ്ട് അല്ലേ. അപ്പം ജെ എഫ് ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താവും, ഐ എഫ് ആവും അല്ലേ. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പം ഇന്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ ഈക്വൽ ടു ഐ എഫ് എന്ന് കിട്ടും. അതിന്റെ ഈക്വലന്റ് ആയിരുന്നു ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യു എഫ് ആയിരുന്നു. ഇതൊക്കെ അറിയില്ലെങ്കിൽ മറിച്ച് നോക്കുക, വേറൊരു രക്ഷയില്ല. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ പഠിച്ച ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് പഠിച്ച ഒരു സംഭവമായിരുന്നു എന്ത്, സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ. അവിടെ ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്താവും, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. എന്താ സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു മെറ്റീരിയലിനെ എത്രത്തോളം പോളറൈസ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. അപ്പോൾ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്താവും, ഹൗ വെൽ എ മെറ്റീരിയൽ ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ്. ഒരു മെറ്റീരിയൽ എത്രത്തോളം മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ഒരു മെഷറാണെന്ത്, സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ കൈ എം. അവിടെ എന്തായിരുന്നു, കൈ ഇ ആയിരുന്നു ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. ഇതെന്താണ്, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി അല്ലേ. ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ മാഗ്നറ്റൈസേഷൻ ആൻഡ് സസെപ്റ്റിബിലിറ്റി ഈസ് ഗിവൺ ബൈ എം ഈക്വൽ ടു മാഗ്നറ്റൈസേഷൻ എം ഈക്വൽ ടു കൈ എം ഇൻറ്റു എച്ച് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് കൈ എം എന്ത് പറയാം, എം ബൈ എച്ച് എന്ന് പറയാം അല്ലേ. ഇറ്റ് ഈസ് ദി മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആൻഡ് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദി മാഗ്നറ്റൈസേഷൻ അക്വയർഡ് ഫോർ ആൻ അപ്ലൈഡ് ഫീൽഡ് ഓഫ് യൂണിറ്റ് സ്ട്രെങ്ത് അല്ലേ. എത്രത്തോളം മാഗ്നറ്റൈസേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ഒരു മെഷറാണെന്ത്, ഈ പറഞ്ഞ സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ള മറ്റൊരു സംഭവമാണ് എന്ത്, മാഗ്നറ്റിക് പെർമിയബിലിറ്റി. എന്താണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി? ഓക്കെ, നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പഠിച്ചു എച്ച് ഈക്വൽ ടു ഓക്സിലറി ഫീൽഡ് എച്ച് ഈക്വൽ ടു ബി ബൈ മ്യൂ 0 മൈനസ് എം എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നിന്ന് എനിക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ഈ ബി ബൈ മ്യൂ 0 എടുത്തിയാൽ ബി ബൈ മ്യൂ 0 ഈക്വൽ ടു എച്ച് പ്ലസ് എം എന്ന് എഴുതാം അല്ലേ. അല്ലെങ്കിൽ ബി ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു എച്ച് പ്ലസ് എം എന്ന് എഴുതിക്കൂടെ. അല്ലെങ്കിൽ ബി ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു എച്ച് പ്ലസ് എം ഈക്വൽ ടു കൈ എം ഇൻറ്റു എച്ച് എന്നുള്ളത് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. അങ്ങനെ എഴുതിക്കൂടെ. അപ്പോൾ ഇതിനകത്ത് എച്ച് കോമൺ അല്ലേ, കാരണം എം ഈക്വൽ ടു കൈ എം ഇൻറ്റു എച്ചാ. കൈ എം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. അപ്പം ഇതിനകത്ത് എച്ച് കോമൺ ആണ്. അപ്പോൾ ഐ ക്യാൻ റൈറ്റ് ബി ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു 1 പ്ലസ് കൈ എം ഇൻറ്റു എച്ച് എന്ന് എഴുതാം അല്ലേ. ഫ്രം ദിസ് I can write that B is proportional to H അല്ലേ. ഇതിന് എന്ത് ചെയ്താം, B proportional to H എന്ന് എഴുതി കൂടെ അല്ലേ. This quantity can be replaced by mu അല്ലേ. A constant of proportionality, whole constant of proportionality can be replaced by mu and it is called magnetic permeability. The quantity mu 0 into 1 plus chi m is called magnetic permeability. That is mu equal to mu 0 into 1 plus chi m അല്ലേ. ഇനി എന്താണ് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി പറഞ്ഞില്ലേ, അതുപോലെ റിലേറ്റീവ് പെർമിറ്റീവ് മ്യൂ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, മ്യൂ ബൈ മ്യൂ 0 ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് മ്യൂ ബൈ മ്യൂ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 പ്ലസ് chi m എന്ന് പറയാം അല്ലേ.
ദ റേഷ്യോ ഓഫ് പെർമിയബിലിറ്റി ഓഫ് എ മീഡിയം ടു ദ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇതാണെന്ത് ഈ പറഞ്ഞ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ അല്ലേ. ഈ രീതിയിൽ നമുക്ക് സസെപ്റ്റിബിലിറ്റി അതുപോലെ പെർമിയബിലിറ്റി ഒക്കെ പറയാൻ പറ്റും. ഓക്കെ, ബാക്കി ചാപ്റ്ററിനകത്ത് ഫെറോ മാഗ്നറ്റിസം അതുപോലെ മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് ഒക്കെയാണ് അല്ലേ. അതൊക്കെ നമ്മൾ ആൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻസൈഡ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലാസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, ഇനി നിങ്ങൾ അത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്ത് നിന്ന് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇതോടുകൂടെ നമ്മുടെ ഈ സെമസ്റ്ററിലെ ചാപ്റ്റേഴ്സ് തീരുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ് മുതൽ 4th സെമസ്റ്റർ ക്ലാസ്സസ് തുടങ്ങാം, ഇലക്ട്രോഡൈനാമിക്സ് 2. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു ഓൾ.